നമ്മുടെ മനസ്സിലെ സ്നേഹവും ധൈര്യവും ഒക്കെ വറ്റിപ്പോയി. മരവും മഴയും ഒക്കെ പോയി. നമ്മുടെ മണ്ണ് വരണ്ടതുപോലെ നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സും വരണ്ടു പോയി. പണ്ടോട്ടാ, പണ്ടൊന്നും നമ്മളിങ്ങനെ ആയിരുന്നല്ലോ. ടിക്കടി ആരാ നിങ്ങളിങ്ങനെ ആക്കിയ? അപ്പ നമ്മളിങ്ങനെ ആയിപ്പോയ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ ഒന്ന് മേല് തട്ടിയിട്ട് ഇതാ നിങ്ങളിങ്ങനെ ഇരിക്കുന്ന ചോദിച്ചത് എന്ത് ആശ്വാസം ഉണ്ടാവുന്നറിയോ? ആത്മഹത്യ ചെയ്യാൻ വിചാരിക്കാന്ന പോലും അവര് പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ എല്ലാം പോയി. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. നാടാകെ മാറിപ്പോയി. എന്താ ചെയ്യാ? ഇനിയിപ്പോ നിങ്ങളാരും ചോദിച്ചില്ലെങ്കിലും സംഗതി ഞാൻ പറയാം. ഇന്നലെ വൈകുന്നേരം ഞാൻ വായനശാലയിൽ ഇരിക്കുമ്പോ ബാബുവോട് ഞാൻ പറഞ്ഞു, ബാബു നമുക്കൊരു ക്ലാസ് ആണ്. ബാബു ചോദിച്ചു, എന്ത് ക്ലാസ് ആണേട്ടാ? ഞാൻ പറഞ്ഞു, നമ്മ കുടിവെള്ളത്തിന്റെ ക്ലാസ് നടത്തിയാലോ? ഇത് കേട്ടപാടൊരു പൊട്ടിച്ചിരിയാ. എന്താ പറഞ്ഞറിയാം? നിങ്ങൾക്ക് നട്ടപ്പിരാന്തോ? ഈ കോരിപ്പെയ്യുന്ന മഴക്ക കുടിവെള്ളത്തിന്റെ ക്ലാസ് നടത്തുവന്നു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ഓരോന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്നിട്ടാ ഞാൻ ഏട്ടനൊക്കെ പോലെ ഏട്ടൻ പറഞ്ഞു, ഇത് സാറില്ലടാ, നീ സമാധാനിക്കുന്നു. പിന്നെ ഞാൻ പ്രകാശന്റെ അടുക്ക പോയി. പ്രകാശൻ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം, നല്ല മഴ പെയ്യുന്നുണ്ട്, അവിടെ റോഡ് മേലെ ഇറങ്ങി നിൽക്ക്, നല്ലോണം മഴ കൊണ്ട് തല കുറച്ച് തണുക്കട്ട്. അല്ല, ഓനത് പറഞ്ഞപ്പോ എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല. പക്ഷെ ബാബു പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടത്തിൽ ഇത്രക്ക് ഇഷ്ടമായിരുന്നു, അത്രക്ക് അടുപ്പായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മഴക്കാലത്തല്ലാണ്ട് നമ്മൾ പിന്നെ അപ്പൊ കുടിവെള്ളത്തെ പറ്റി ആലോചിക്കട്ടെ? അല്ല, മുനിസിപ്പാലിറ്റിക്കാര് ലോറി വെള്ളവും കൊണ്ടുവന്നിട്ട് ബക്കറ്റ് എടുത്ത് നമ്മളെ വരുന്നിക്കുമ്പോ കുടിവെള്ളത്തെ പറ്റി ആലോചിച്ചിട്ട് നല്ല കാര്യമില്ല. നമുക്ക് അങ്ങനെയാ. ഉണ്ടാവുമ്പോ ദൂർത്തടിക്കും, ഇല്ലാതിരിക്കുമ്പോ മേലോട്ട് നോക്കി. ഒരു 30 കൊല്ലം മുമ്പ് 984 കടുത്ത വരൾച്ചയില് നമ്മൾ എത്ര കിണറുകളില്ല ഒരു ഉറവയുടെ നനവിന് വേണ്ടി ഇറങ്ങി കയറിയത്. ഒരു തുള്ളി വെള്ളം കണ്ട എത്ര കന്നുകാലികളാ ചത്തുപോയത്. ഒക്കെ നമ്മൾ മറന്നു പോവാ. കേശവ ഭാഷ പറഞ്ഞേ മഴവെള്ള കുടിവെള്ളം. 5ാം ക്ലാസ്സിൽ സാമൂഹ്യപാഠം ക്ലാസ് എടുക്കുമ്പോ ഭാഷ പറഞ്ഞ് ഈ ഭൂമിയുടെ ഉള്ളിങ്ങനെ തിളച്ചു മറിയായിരുന്നു. ഇന്നെന്റെ അറിവത്തിരുന്ന രാമേന്ദ്രൻ ചോദിച്ച്, അതിന് മാഷെ നമ്മളെ കിണറിലെങ്ങനെ വെള്ളം വരുന്നേ? അതിന് മാഷ പറഞ്ഞേ, നമ്മളെ മഴവെള്ളം ഭൂമിയിലേക്ക് കൂടി ഇങ്ങനെ അരിച്ചരിച്ച് ഇറങ്ങിയിട്ടില്ല, എങ്ങനെയാ നമ്മളെ കിണറിൽ വെള്ളം കിട്ടുന്നത്? വർഷത്തിന്റെ സുഹിത്ത് മാഷ പറഞ്ഞേ, ഭൂമി ഉണ്ടായ കാലം മുതലേ വെള്ളം ഇങ്ങനെ ഊർന്ന് ഇറങ്ങിയിട്ടാ നമ്മളിപ്പോ കോൽക്കിണർന്ന് വെള്ളം എടുക്കുന്നെന്ന്. അല്ല, നമ്മള് പണ്ടിന്റെ അങ്ങേ മൂലക്കല്ലേ തൂറമ്പല്. തൂരാല് നമുക്ക് ചതിയോട് എത്ര വെള്ളം വേണ്ടേ? 1 കിട്ടി വെള്ളമല്ലേ വേണ്ടു. ഇപ്പൊ എത്രയാ വെള്ളം എടുക്കുന്നത്? ചതിയൊന്നതിനേക്കാളും വെള്ളം വേണ്ടേ ക്ലോസറ്റ് വൃത്തിയാക്കാൻ അല്ലേ? ഇഷ്ടത്തെ നമ്മള് പണ്ടെങ്ങനെ കുളിച്ചേ? വരുന്ന കൊല്ലത്തേക്കുള്ള ഓല, പടയേണ്ട ഓല തൈന്റെ കീഴിലിട്ടിട്ട് അതിന്റെ മേലെ ഒരു ചെമ്പ് വെള്ളം വെച്ചിട്ട് നമ്മള് കുളിച്ചേ. അങ്ങനെ 3 കാര്യമായി. ഇവിടെ കുളി കഴിഞ്ഞ് ഓല പൊതിർന്ന് തൈക്ക് വെള്ളം കിട്ടി അല്ലേ? നമ്മള് പണ്ടെങ്ങനെ കിണ്ണും കിണ്ടി പഠിച്ചേ? അടുക്കളപ്പറഞ്ഞ തിണ്ടിന്റെ മേല ഒരു ലേശം വെണ്ണീരും ഒരു ചേരിക്കുച്ചം വെച്ചിട്ട് നമ്മള് കിണ്ടി കിണ്ണും ചട്ടി കല ഒക്കെ തേച്ച് മേടിച്ചിട്ട് വേർത്ത് വെച്ചിട്ട് ഉടക്കിയില്ലേ? ആ വെള്ളല്ലേ നമ്മളെ വായ കഴിച്ച്. എന്നിട്ട് എത്ര വലിയ കൊലയാ നമ്മള് കൊത്തിയ അല്ലേ? ഇപ്പോ
ഇപ്പൊ വാഷവേഷം തുറന്നു വെച്ചിട്ട് പെറ്റ പെണ്ണുങ്ങളെ കുളിപ്പിക്കുന്നവരല്ലേ നമ്മള് പാത്രത്തിന് കുളിപ്പിക്കുന്നത്. നമ്മള് പണ്ട് പല്ല് കാച്ചത് ഒരു ലേശം ഉപ്പേരി എടുത്തിട്ടല്ലേ പല്ല് കാച്ച, ഒരു മുരുടെ വെള്ളം. എന്നിട്ടില്ലേ നമ്മള് ബാധിക്കലേ ആ വെണ്ടന്റെ കീഴിലല്ലേ കുളിക്ക് തുപ്പിയെ. നമ്മള് വെണ്ടക്ക പറിച്ചിട്ടില്ലേ, നമ്മള് കോട്ടപ്പാര് പറിച്ചിട്ടില്ലേ, നമ്മള് പച്ചപ്പറിക്ക് പറിച്ചിട്ടില്ലേ. അല്ല, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേട്ടാ. പക്ഷെ ഇതിന് നമുക്ക് വെള്ളം വേണ്ട. നമുക്ക് എഴുതുന്ന വെള്ളം കിട്ടുമോ? ഇപ്പൊ എത്ര ദിവസം മുമ്പ് ഓരോ പെയ്യുന്ന മഴയിലായിരുന്നോ നമ്മളെ വീട് മുറ്റത്ത് ഒരു തുള്ളി വെള്ളം നിന്ന. നമ്മളെ വീടിന്റെ മുറ്റം കോൺക്രീറ്റ് കൊണ്ടും ഇന്റർലോക്ക് കൊണ്ട് ശ്വാസം മുട്ടി മരിക്കില്ലേ. എല്ലാ വെള്ളവും റോഡിലേക്ക് ഇടയിലേക്കല്ലേ പോകുന്നത്. പിന്നെ എങ്ങനെയാ നമ്മളെ കുളം നിറയാ, പിന്നെ എങ്ങനെയാ നമ്മളെ കിണർ നിറയാ, പിന്നെ എങ്ങനെയാ നമ്മളെ മക്കൾക്ക് വെള്ളം കിട്ടുക? അല്ല, നമ്മളെ മക്കളെ വരും തലമുറയൊക്കെ അവർക്കൊക്കെ വെള്ളം കിട്ടാത്തൊരു കാലം ഉണ്ടാക്കിട്ട് നമ്മളിവിടെ എന്തിനാ ജീവിക്കുന്നത്? നിങ്ങളെന്താ പറഞ്ഞേ? ഇന്റർലോക്ക് എന്താ ചെയ്യാന്നാ? ഒന്നും ചെയ്യണ്ടാ. ഇന്റർലോക്ക് പൊളിക്കൊന്നും വേണ്ട, കോൺക്രീറ്റും പൊളിക്കണ്ട. നമ്മളെ കിഴക്കേ അതിരില് ഒരു വായ്ക്കോട്ട് എടുത്തിട്ട് മണ്ണ് മറിച്ചിട്ട് ഒരു പറമ്പുണ്ടാക്കിയാല് അതിന്റെ അപ്പുറം വെള്ളം പോവില്ല. നമ്മളെ തെക്കുവാത്ത കുറച്ച് സ്ഥലമില്ലേ, അവിടെ ഒരു 5-6 മഴക്കുഴി ഉണ്ടാക്കിയാല് അവിടെ വെള്ളം നിറയും. വെള്ളം മുഴുവൻ നമ്മളെ മണ്ണിലേക്ക് ഇറങ്ങി പോകും. നമ്മളെ കിണർ നിറയും, നമ്മളെ കുളം നിറയും. മക്കൾക്ക്, അവരുടെ മക്കൾക്ക് വരും തലമുറക്കൊക്കെ ഇഷ്ടംപോലെ വെള്ളം കിട്ടും. അങ്ങനെയാകുമ്പോ അടുത്ത വേനൽക്കാലം വരൾച്ചയില്ലാത്ത കുടിവെള്ളം സുലഭമായി കിട്ടുന്ന ഒരു നല്ല കാലം നമുക്ക് ഉണ്ടാവും. നമുക്ക് തുലാവർഷം പെയ്യാൻ പോയല്ലേ, ഇടിപൊട്ടി തുലാവർഷം പെയ്യാൻ പോവല്ലേ. ഇപ്രാവശ്യം തന്നെ നമുക്ക് നമ്മുടെ മുറ്റത്ത് അവിടെ വീഴുന്ന വെള്ളം നമ്മുടെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ പ്രാവശ്യത്തിൽ നമുക്ക് തുടങ്ങിക്കൂടെ? നമ്മളെ മുറ്റത്ത് പോകുന്ന വെള്ളം നമ്മളെ ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങി നമ്മളെ കിണർ നിറയട്ടെ, നമ്മളെ കുളം നിറയട്ടെ, നമ്മളെ മക്കൾക്ക് വെള്ളം കിട്ടട്ടെ. എന്താ നിങ്ങൾക്ക് സമ്മതാ? സന്തോഷമായി കേട്ടാ, സമ്മതല്ലേ? മഴ 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 ഇത് കുളിർ മഴ, കൊള്ളാമീ മഴ കൊയ്യണമീ മഴ, തള്ളരുതീ മഴ തണ്ണീർ മഴ. തുള്ളിക്കൊരു കുടം പെയ്യണം മഴ, മണ്ണ് കുടിച്ച് മതിക്കണം മഴ. തുള്ളിക്കൊരു കുടം പെയ്യണം മഴ, മണ്ണ് കുടിച്ച് മതിക്കണം മഴ. മണ്ണിന്റെ ദാഹമകറ്റണം മഴ, കുഞ്ഞിന്റെ കുടിനീരാകേണം മഴ. മണ്ണിന്റെ ദാഹമകറ്റണം മഴ, കുഞ്ഞിന്റെ കുടിനീരാകേണം മഴ. കുഞ്ഞിന്റെ കുടിനീരാകേണം. മഴ 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 ഇത് കുളിർ മഴ, കൊള്ളാമീ മഴ കൊയ്യണമീ മഴ, തള്ളരുതീ മഴ തണ്ണീർ മഴ. കൊള്ളാമീ മഴ കൊയ്യണമീ മഴ, തള്ളരുതീ മഴ തണ്ണീർ മഴ. തള്ളരുതീ മഴ തണ്ണീർ മഴ. നമ്മുടെ മുൻ തലമുറ നമുക്കായി കാത്തുവെച്ച നല്ല മണ്ണും നല്ല വെള്ളം നല്ല വായു നമ്മുടെ വരും തലമുറയ്ക്ക് നമുക്ക് ആസ്വദിക്കാം. കിളികൾ ചിലക്കുന്ന കാവുകളും പച്ചപ്പാർന്ന മലനിരകളും പാദസരം കിളിക്കിഴിക്കുന്ന നീർച്ചോലകളും സ്വരൂപം വരക്കുന്ന മുന്നോട്ടവും നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാട്, എൻ്റെ നാട്, നമ്മുടെ നാട് നമുക്ക് സൂക്ഷിക്കാം. ഈ സമയം എൻ്റെ ചെറിയ പ്രകടനം ആസ്വദിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട
മീനാക്ഷി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരെന്നെ കറണ്ട് കാണാം. അവർക്ക് 58 വയസ്സേ ഉള്ളൂ, എനിക്ക് 61 വയസ്സായി. എന്നിരുന്നാലും ഈ വേദി അനുഭവിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അഭിനന്ദരായ വേദിയിലുള്ളവരും സദസ്സിലുള്ള വന്ധ്യരെ, എനിക്ക് ആദ്യമായി നന്ദി പറയാനുള്ളത് ഈ കവിമണ്ഡലത്തോട് എന്റെ വാക്ക് നിരൂപിക്കാനല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഈ കവിമണ്ഡലം പോലുള്ള ഒരു സംഘടന എഴുത്തുകാരുടെ ഉണ്ട്, നാടകക്കാരുടെ കൂട്ടായ്മയുണ്ട്. ഇങ്ങനെ പല മേഖലകളിലുള്ള പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മ പല ഭാഗങ്ങളിലുണ്ട്. അവിടെയൊക്കെ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാണ്. കഴിഞ്ഞ ഓണം സമയത്ത് ഒരു മത്സരം ഉണ്ടായിരുന്നു കണ്ണൂരിൽ. ആ വേദിയെ പറ്റി ഞാൻ പറയുന്നില്ല, കവികളുടെ ഒരു സംഘമായിട്ടാണ്. നമ്മളെ കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭരായിട്ടുള്ള പലരും അതിലുണ്ട്. അപ്പോൾ പത്രത്തിലൂടെ പരസ്യം കൊടുത്ത് അതിലേക്ക് കവിതയുടെ സൃഷ്ടി ക്ഷണിച്ചു. അതിന്റെ ഫലം പ്രഖ്യാപിക്കുന്നത് ആ വേദിയിൽ വെച്ചാണ്. അപ്പൊ അത് രണ്ടു കാര്യം, നെയ്യപ്പം നിന്ന രണ്ടു കാര്യം എന്ന് പറഞ്ഞതുപോലെ രണ്ടർത്ഥത്തിലാണ്. ഒന്ന് ആളെ കൂട്ടാം. അപ്പം ഈ കവിതയുടെ പ്രഖ്യാപനം, ഫലപ്രഖ്യാപനം ഏറ്റവും അവസാനമാണ് വരുന്നത്. അതിനു മുമ്പില് അവര് വിമർശനങ്ങളാണ് എടുത്തത്. ആദ്യം വിമർശിച്ചത് കവിത എഴുതിയിരിക്കുന്ന പലരെയും വിമർശിച്ചു. ആളെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ എഴുതാൻ പാടില്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു ശാസ്ത്രീയുടെ രൂപത്തിലാണ് അവർ പറഞ്ഞത്. പിന്നെ അവരുടെ അടുത്ത കുതിരകയറ്റം ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നറിയായിരുന്നു. കാരണം ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിതയ്ക്കൊരു പുതിയ വാക്യം കൊണ്ടുവന്നു. അത് ഗദ്യരൂപത്തിലാവണോ അല്ലെങ്കിൽ പദ്യരൂപത്തിലാവണോ കവിത എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ ഒരു മണിക്കൂർ സമയത്തോളം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ വിമർശിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സൈഡിട്ട് ഞാനും എന്ന സുഹൃത്തും ചോദിച്ചു, ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ വിമർശിക്കുന്നത് കേൾക്കാനാണോ ഇവിടെ വന്നത്, അല്ലെങ്കിൽ കവിതയെ കുറിച്ച് അറിയാത്തവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണോ വന്നത്? എല്ലാം കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്നു. ഫലപ്രഖ്യാപനത്തിൽ വന്ന് 1ാം സമ്മാനമാക്കാം ഈ സംഘാടക സമിതിയിലെ കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ, അയാൾക്ക് 1ാം സമ്മാനം. 2ാം സമ്മാനം അതിന്റെ ജനറൽ സെക്രട്ടറി. 3ാം സമ്മാനം മറ്റൊരു പരവായിക്ക്. 4ാം സമ്മാനം ഇതിൽ പങ്കെടുത്ത ഒരാൾ അതിന്റെ ഈ മത്സരത്തിന് സൃഷ്ടി അയച്ചിട്ട് മരണപ്പെട്ടു. അയാൾക്കൊരു പ്രോത്സാഹന സമ്മാനം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ കവിമണ്ഡലം പോലുള്ള ഒരു സംഘടന, അതായത് അല്ലെങ്കിൽ എഴുത്തുകാരുടേതായാലും വളർന്നു വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. അത് കവിമണ്ഡലത്തിന്റെ ഒട്ടുമിക്ക ഭാരവാഹികളും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ രാഗധ്വനി എന്ന ഈ കവിത, എന്റെ ഇളയമ്മയുടെ, എന്റെ അമ്മയുടെ അനുസരിച്ചാണ് ശ്രീമതി മീനാക്ഷി രാഘവൻ, ഈ ഒരു കവിത ഇതുപോലെ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന പലരെയും വളർത്തിക്കൊണ്ടുവരണം. അതിന് നമുക്ക് ചെറിയ ചെടികളെ നമുക്ക് നട്ടു നനച്ച് വളമിട്ട് വളർത്താമെന്ന് പറഞ്ഞതുപോലെ സ്കൂൾ തലങ്ങളിൽ നമ്മളെ ഇത്തരം സംഘടനകൾ കയറി ചെന്നിട്ട് അവിടെ വളരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. ഓരോരോ മേഖലാ കമ്മിറ്റിയിൽ നിന്നാണ് നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ ആ മേഖലകളിലുള്ള സ്കൂളുകളിലെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനാണ് ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. പിന്നെ ഈ പരിപാടിയുടെ പുസ്തകപ്രകാശനം നിർവഹിച്ച ശ്രീമതി ആമിന മാണിക്കൽ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പുസ്തകം സ്വീകരിച്ച സ്വീകരണകർത്താവ് സത്യേന്ദ്രൻ കൊയിൽക്കാവ്, പുസ്തക അവലോകനം നടത്തിയ പ്രൊഫസർ AP സുബൈർ മാഷ്, ആശംസാ പ്രസംഗം എടുത്ത ഡോക്ടർ KP തോമസ്, ഡോക്ടർ COD മുസ്തഫ, ശ്രീ കുഞ്ഞൻ കൃഷ്ണൻ, MP ശിവദാസൻ, അഡ്വക്കേറ്റ് PK രവീന്ദ്രൻ, K പ്രകാശൻ തുടങ്ങിയവർക്കും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വേദിയിൽ ഒരു 15 മിനിറ്റ് സമയം ഒരു സമകാലിക പ്രസക്തിയുള്ള നാളെയുടെ നന്മയെ നമ്മൾ ചിന്തിക്കാതെ ചെയ്തു കൂട്ടിയ പല ഫേക്ക് കൂത്തുകൾക്കും മറുപടി പറയേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യ സമൂഹം കടന്നു പോകുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഏകാംഗ നാടക അഭിനയത്തിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിത്തന്ന മുടപ്പത്തി നാരായണൻ അവർക്കും ഞാൻ പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സദസ്സിൽ ഉള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്.